കുട്ടികളുള്ള വീട്ടിലെ അമ്മമാർക്ക് ഭയങ്കര വിഷമമാണ്. പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ചുമയോ പനിയോ അല്ലെങ്കിൽ മറ്റ് ജലദോഷമോ അല്ലെങ്കിൽ വയറുവേദനയോ വയറിളക്കമോ ശരീരത്തിൽ അസ്വസ്ഥതയോ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അമ്മമാർ ഭയങ്കരമായിട്ട് വിഷമിക്കും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു മിഡ് ടൈമിലായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടാവുന്നത്. ചിലപ്പോൾ വീട്ടിൽ മുതിർന്നവരാരും ഉണ്ടായിരിക്കില്ല. അത്തരം സാഹചര്യങ്ങളിൽ വീട്ടിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആദ്യമേ തന്നെ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ പാരസെറ്റമോൾ കൊച്ചു കുട്ടികൾക്ക് ഇൻഫൻറ്റ് ബേബീസിന് കൊടുക്കാൻ പറ്റിയ കാൽപോൾ അല്ലെങ്കിൽ ഡോളോ ഡ്രോപ്പുകൾ ഉണ്ടാവും. പിന്നെ പാരസെറ്റമോളിൻ്റെ 120യുടെയും 125യുടെയും 250 mgയുടെയും സിറപ്പുകൾ ഉണ്ടാകും. ആ സിറപ്പുകളിൽ കൃത്യമായിട്ട് തന്നെ എത്ര ഏജിലൊക്കെ കൊടുക്കാം, എത്രയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ജലദോഷമാണ്. ജലദോഷത്തിന് വേണ്ടിയിട്ട് നോർമൽ സെട്രിസിൻ്റെ സിറപ്പ് ഉണ്ടാകും, സെട്രിസിൻ്റെ ഡ്രോപ്പ് ഉണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ കോമ്പിനേഷനായിട്ട് കഫ് സിറപ്പൊക്കെ വാങ്ങുമ്പോഴത്തേക്ക്, അതായത് ആംബ്രോക്സോൾ ഹൈഡ്രോക്ലോറൈഡ് പോലുള്ള സിറപ്പ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫെനറാമിൻ മാലൈറ്റ്, ക്ലോർഫെനറാമിൻ മാലൈറ്റും കൂടെ ചേർന്നിട്ട് കഫിനും കോൾഡിനും കൂടെ ചേർന്ന് കോമ്പിനേഷനുള്ള സിറപ്പുകളുണ്ടാകും. കഫും ഉണ്ട്, അതുപോലെ തന്നെ വീസിങ്ങും ഉണ്ട്. ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ സാൽബ്യൂട്ടമോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആംബ്രോക്സോളും കൂടെ ചേർന്നിട്ടുള്ള സിറപ്പ് വാങ്ങി വെക്കേണ്ടതാണ്. അതിലും കൃത്യമായിട്ട് ഡോസേജ് ഉണ്ടാകും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ മൂക്കടപ്പ്, രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നേസൽ ഡ്രോപ്പ്, സലൈൻ, നോർമൽ സലൈൻ്റെ ഒട്രിവിൻ്റെയോ ഒട്രിനോസിൻ്റെയോ അല്ലെങ്കിൽ നേസിവിൻ്റെയോ ഒക്കെ നേസിവിയോൺ പീഡിയാട്രിക് ഡ്രോപ്സ് നമുക്ക് എടുക്കാവുന്നതുള്ള അപ്പോൾ ഒറ്റ ഡ്രോപ്പായിട്ട് രാത്രി 2 നോസ്ട്രിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ബുദ്ധിമുട്ടില്ലാതെ മൂക്കടപ്പില്ലാതെ ഉറങ്ങാൻ സാധിക്കും. പിന്നെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഹത്തിൽ എന്തെങ്കിലും ചൊറിച്ചിലോ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമുക്ക് സെട്രിസിൻ സിറപ്പും കൊടുക്കുക. അതുപോലെ തന്നെ കലാമിൻ ലോഷൻ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ ദേഹത്ത് പുരട്ടി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഛർദിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓണ്ടാസെട്രോൺ അഥവാ എമിസെറ്റിൻ്റെ സിറപ്പും ഉണ്ടാകും. എമിസെറ്റ് 4 mgയുടെ ടാബ്ലറ്റും ഉണ്ടാകും. അതൊരു 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് വേണം ടാബ്ലറ്റ് ഫോം കൊടുക്കാൻ, അല്ലാത്തവർക്ക് സിറപ്പ് കൊടുത്താൽ മതി. അസിഡിറ്റി പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ റാൻഡാക്ക് സിറപ്പ് വെക്കാവുന്നതേ ഉള്ളൂ. റാൻഡാക്ക് പീഡിയാട്രിക് ഉണ്ടാകും, റാൻഡാക്ക് ഇൻഫൻറ്റിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഉണ്ടാകും. അപ്പോൾ അസിഡിറ്റിയുടെ ആയി. പിന്നെ വയറിന് ഭയങ്കര വേദന, ഡൈജസ്റ്റീവ് പ്രോബ്ലം, അതുപോലെ ദഹനത്തിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ കൊണ്ട് വയറിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആയുർവേദ പ്രോഡക്റ്റ് ആയിട്ടുള്ള വുഡ് വാട്ടർ, ഗ്രിപ്പ് വാട്ടർ എന്ന് പറയുന്ന അത് ഈ ഇൻഫൻറ്റ് ബേബികൾക്കും ബേബീസിനൊക്കെ വയറുവേദന, വയറിനിറക്കം വരുന്നൊരവസ്ഥ, നിരന്തരമായിട്ട് അവർ കരയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡൈജസ്റ്റ് ഇൻപ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണ്ട് മുതലേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ എല്ലാവരും വാങ്ങിക്കുന്നൊരു വാട്ടറാണത്. സിമിത്തിക്കോൺ എന്ന് പറയുന്ന അടങ്ങിയ ഒരു മോളിക്യൂളായിട്ടുള്ള ഒരു ഡ്രോപ്പ് ഉണ്ടാകും. അത് ഇൻഫൻറ്റ് ബേബീസിന് കൊടുക്കാൻ പറ്റുന്ന ഡ്രോപ്പാണ്. കാർമിസൈഡ് ഡ്രോപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ കാർമിസൈഡിൻ്റെ പീഡിയാട്രിക്കും കാർമിസൈഡിൻ്റെ അഡൾട്ട് സിറപ്പും ഉണ്ട്. അതിലടങ്ങിയിരിക്കുന്നത് സോഡിയം സിട്രേറ്റും സിട്രിക് ആസിഡും കൂടെ ചേർന്നിട്ടാണ് കാർമിസൈഡ് പീഡിയാട്രിക്കിലും അഡൾട്ടിലും ചേർന്നിരിക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ട് എത്ര ഡോസ് കൊടുക്കേണ്ടതെന്നുള്ളത്. വയറിളക്കം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ORS സാഷെ കിട്ടും, നമുക്ക് പാക്കറ്റുകളായിട്ട്. അതൊരു 200 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയപ്പർ റാഷ് ക്രീം, അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡയപ്പർ ഇട്ടുകൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലും അതുപോലെ തന്നെ ചുമന്ന് വരുന്ന അവസ്ഥയാണെങ്കിൽ ഡയപ്പർ റാഷ് ക്രീം എന്ന് പറഞ്ഞ ഫാർമസിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഹിമാലയ പ്രോഡക്ട്സിലും ഡയപ്പർ റാഷ് ക്രീം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കഫ് ആണെന്നുണ്ടെങ്കിൽ കഫ് സിറപ്പാണ് വേണ്ടത്. ഡ്രൈ കഫ് ആണെന്നുണ്ടെങ്കിൽ ഡെക്സ്ട്രോമോർഫൻ ഹൈഡ്രോക്ലോറൈഡ്, അതുപോലെ തന്നെ ഫെനറാമിൻ മാലൈറ്റ്, ഫിനിലെപ്രിൻ പോലുള്ള അലർജിക് മെഡിസിനും കൂടെ ചേർന്ന സിറപ്പുകൾ കിട്ടും. അത് ഡ്രൈ കഫിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സാധാരണ കഫ് മാത്രമേ ഉള്ളൂ, കഫത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോൺഫെനിസിൻ, ആംബ്രോക്സോൾ ഹൈഡ്രോക്ലോറൈഡും കൂടെ ചേർന്നതും അതുപോലെ തന്നെ വീസിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ലീവോസാൽബ്യൂട്ടമോളും കൂടെ ചേർന്ന സിറപ്പുകൾ കിട്ടും. കുഫ്രിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാകും. കുഫ്രിൽ LS, ഇത്തരം ബ്രാൻഡുകളെല്ലാം ഈ മോളിക്യൂൾസ് അടങ്ങിയതാണ്. പ്ലെയിൻ ചെറികഫ് സിറപ്പിലാണ് ഡെക്സ്ട്രോമോർഫനും ഫെനറാമിൻ മാലൈറ്റും ക്ലോർഫെനറാമിൻ മാലൈറ്റ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ കോൾഡിന് വേണ്ടി മാത്രം പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ഒരു സിറപ്പിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ പേരാണ് കോറുമിനിക് എന്ന് പറയുന്നത്. കോറുമിനിക് എന്ന് പറയുന്ന റണ്ണിങ് നോസ്, മൂക്കിന് ഒലിച്ച് വരുന്ന അവസ്ഥ, മൂക്കടപ്പ്, തുമ്മൽ, ജലദോഷം, അലർജിപരമായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെനറാമിൻ മാലൈറ്റ്, ഫീനൈലെപ്രിനും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ കോറുമിനിക് സിറപ്പ് എന്ന് പറയുന്നത്. ഇത്രയും മെഡിസിൻസുകൾ കുട്ടികൾ വീട്ടിലുള്ളവരെ കീപ്പ് ചെയ്യേണ്ട മെഡിസിൻസിലാണ്. എല്ലാത്തിനുപരി ഒരു ടെമ്പറേച്ചർ തെർമോമീറ്റർ നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. ഡിജിറ്റൽ അല്ലെങ്കിൽ മെർക്കുറി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. ഒരു 150യുടെ അകത്ത് തന്നെ നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ തന്നെ മരുന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു എമർജൻസി മെഡിസിൻസിലാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. Thank you.